जन्माद्यस्य यतोऽन्वयादितरतश्च अर्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृदां यथा विनिमयो यत्र त्रिसर्गो मृषां धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि धर्मः प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवम् अत्र वस्तु शिवदं तापत्रयोन्मूलनम् श्रीमद्भागवते महामुनिकृते किं वा परैः ईश्वरः सद्यो हृद्यवरुध्यते त्रिकृतिभिः शुश्रूषुभिस्तत्क्षणात् निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतं पिबत भागवतं रसम् आलयं मुहुरहो रसिकाः भुवि भावुकाः यं प्रव्रजन्तम् अनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिम् आनतोऽस्मि. ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മൾ ഒരു ദിവ്യയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാരായണം നമുക്ക് അഷ്ടമസ്കന്ധത്തിൽ ഗജേന്ദ്രമോക്ഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാഷണം പുറകെ വരുള്ളൂ. പ്രഭാഷണത്തിൽ നമ്മൾ ഇന്നലെ പഞ്ചമസ്കന്ധത്തിൽ ജഡഭരത ഉപദേശത്തിലാണ് നിർത്തിയത്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ വിസ്തരിച്ച് എവിടെയും നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. എങ്കിലും എല്ലാത്തിൻ്റെയും സാരം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞു പോവാം. ആപാതതഃ അറിയേണ്ട ഒരു വിഷയം, ആത്മവിദ്യയാണ് ഉപദേശം. ഒരു കഥാസന്ദർഭം ഉണ്ടാക്കി ജിജ്ഞാസുവായിട്ടുള്ള രാജാവ് തെരുവിൽ വെച്ച് ഒരു ആത്മജ്ഞാനിയെ, പരമഹംസനെ കണ്ടുമുട്ടുകയാണ്. എതിർച്ഛയ. ഇത്തരത്തിലുള്ള ദർശനങ്ങളൊക്കെ എതിർച്ഛയാണ്. അറിയാതെ ഒരു സന്ദർഭം ഉണ്ടായി ഉപദേശിക്കാനായിട്ട് ആ രാജാവിന് അതിനുള്ള പൂർവ്വപുണ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണൻ അവിടെ ഉപദേശിച്ചു. നമ്മൾ ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ വേദാന്തം പറയണത് നമ്മളുടെ ദുഃഖത്തിന് മുഴുവൻ കാരണം അനാത്മാവിനെ ആത്മാവെന്ന് ധരിക്കലാണെന്നാണ്. അനാത്മനി ആത്മമതിഹി. ഇതിന് വേദാന്തത്തിലെ പേര് അധ്യാസം എന്നാണ്. അതിന് പ്രസിദ്ധമായ ഉദാഹരണം കയറിൽ പാമ്പ് കാണുക. കയറവിടെ ഉണ്ട്, പാമ്പ് അവിടെ ഇല്ല, എങ്കിലും പാമ്പിനെ കയറിൽ കാണുന്നു. ലോകസാമാന്യമായ ഒരു ദൃഷ്ടാന്തം. ഈ ദൃഷ്ടാന്തം പറഞ്ഞ് ബോറടിച്ചതാണ് ഈ വേദാന്ത ക്ലാസ്സുകളിലൊക്കെ എല്ലാവർക്കും. പക്ഷെ ഇതിനേക്കാളും പെർഫെക്റ്റായിട്ടൊരു ദൃഷ്ടാന്തം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണത്. രജ്ജുസർപ്പ വിഭ്രാന്തി എന്ന് പറയും.
പക്ഷേ അത് എവിടെയാണ് പറയണത് എന്നുള്ളതാണ് നമുക്ക് വളരെയധികം ഇംപ്രാക്ടിക്കലായിട്ട് തോന്നുന്ന കാര്യം. നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ പറയണു, എൻ്റെ ദുഃഖങ്ങൾ, ശരീരത്തിന് വയ്യ, മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയണുണ്ട്. ഇതിന് പുറകിലുള്ള ആനന്ദസ്വരൂപമായി നിത്യസിദ്ധമായ ഒരു ആത്മാവുണ്ടെന്ന് വേദാന്തം പറയുന്നു. അതറിയുന്നില്ല. ഈ സന്ദർഭത്തിലാണ് പറയണത്, ഈ അറിയണില്ല എന്ന് പറയുന്ന ആനന്ദസ്വരൂപമായ ആത്മാവുണ്ടല്ലോ, അതാണ് കയർ. എന്നുവെച്ചാൽ അതാണ് ഉള്ളത്. നിങ്ങൾ അറിയണു, നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറയുന്ന ഈ ശരീരവും അതിൻ്റെ കർമ്മങ്ങളും, സൂക്ഷ്മ ശരീരമായ മനസ്സ്, അതിലുള്ള ചിത്തവൃത്തികൾ, വിചാരങ്ങൾ, അഭിമാനം, നിദ്ര, ഇതൊക്കെ തന്നെ പാമ്പാണെന്നാണ്. എന്ന് വെച്ചാലോ ഇല്ലാത്തതാണ്. പക്ഷേ അത് കാണുമ്പോൾ പാമ്പാണ് ഉള്ളത്, കയറില്ല. ഇതുവരയ്ക്കും വെളിച്ചം കൊണ്ടുവരണ വരയ്ക്കും. വെളിച്ചം കൊണ്ടുവന്ന് കഴിയുമ്പോൾ അധ്യാസം അങ്ങോട്ട് പോയി. അതോടുകൂടെ എന്താവും എന്ന് വെച്ചാൽ ഈ കോമാളി വേഷം മുഴുവൻ നിന്നു പോകും. നഹി അനധ്യസ്ഥാത്മഭാവേന ദേഹേന കശ്ചിത് വ്യാപ്രിയതേ എന്ന് ഭാഷ്യത്തിൽ പറഞ്ഞു. അധ്യാസമില്ലെങ്കിൽ ഒരു വ്യവഹാരവും ഇല്ല എന്നർത്ഥം. ഇപ്പോൾ ജഡഭരതനെക്കുറിച്ച് പറഞ്ഞുവല്ലോ, അവിദ്യയാ രചിത ദ്രവ്യഗുണകർമ്മ ആശയസ്വ ചരമകളേവരെ അവസ്തുനി സംസ്ഥാനവിശേഷേ അഹം മമ ഇതി അനധ്യാരോപിതമിഥ്യാപ്രത്യയ. ഞാൻ എൻ്റെ എന്നുള്ളത് ഈ ശരീരാദികളിൽ അദ്ദേഹത്തിന് ഇല്ലേ ഇല്ല എന്ന്. ഈ ശരീരം ഞാനാണെന്നോ ഇത് എൻ്റെ ആണെന്നോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പുറത്തുനിന്നുള്ള നിന്ദ, സ്തുതി ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. ശരീരത്തിനുള്ള വിഷമങ്ങളോ സുഖദുഃഖാദികളോ ഒന്നും ബാധിക്കുന്നില്ല. നമ്മൾ ഇത് സമ്പ്രദായമായി വേദാന്തത്തിൽ വിചാരം ചെയ്ത് അറിയേണ്ട കാര്യമാണ്. ഭഗവാൻ രമണ മഹർഷി വളരെ എളുപ്പത്തിലൊരു വഴി പറഞ്ഞു. ഈ അധ്യാസത്തിനെ കളയാനൊന്നും പോണ്ട, മൂലാവിദ്യയെ നീക്കുക. മൂലാവിദ്യ എന്താണ്? ഞാൻ എന്നുള്ള വൃത്തി. ഈ ഞാൻ എന്നുള്ള വൃത്തിയുടെ മൂലം അന്വേഷിച്ചു നോക്കിയാൽ തന്നെ ഈ വൃത്തി, ഞാൻ എന്ന് പറയുന്ന ഈ തോട്ട്, ഈ ചിത്തവൃത്തി, അതിൻ്റെ സ്വരൂപത്തിനെ അന്വേഷിക്കുമ്പോൾ തന്നെ അത് കള്ളമാണ്. അതടങ്ങുന്ന ഇടത്ത് സ്വപ്രകാശമായ പൂർണ്ണസത്തയെ നമുക്ക് കാണാനൊക്കും. വിചാരത്തിൻ്റെ സാഫല്യം അതാണ്. സച്ചിദാനന്ദമായ സത്തയെ അറിയാനൊക്കും. അങ്ങനെ അറിഞ്ഞ വ്യക്തിക്ക് അറിവ് സുസ്പഷ്ടമായിട്ടിരിക്കുമ്പോൾ വ്യവഹാരത്തിലും അത് മറഞ്ഞു പോകുന്നില്ലെങ്കിലേ അറിവ് സ്പഷ്ടമായി എന്ന് പറയാനൊക്കൂ. ധ്യാനിക്കുമ്പോൾ, സപ്താഹത്തിലിരിക്കുമ്പോൾ, സത്സംഗത്തിലിരിക്കുമ്പോഴൊക്കെ ഉണ്ട്, വ്യവഹരിക്കുമ്പോൾ മറന്നു പോകും. അതാണല്ലോ നമ്മുടെ പ്രശ്നം. നമ്മൾ വ്യവഹാരത്തിൽ വരുമ്പോൾ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ഉടനെ അമ്പട ഞാനേന്ന് പറഞ്ഞു വരും. ആരെങ്കിലുമൊക്കെ അയ്യോ തടിച്ചുവല്ലോ, ആണോ വാസ്തവാണോ, അല്ലാതെ മെലിഞ്ഞു, അയ്യോ എന്തേ വെയിൽ കൊള്ളുണ്ടോ, കറുത്തുപോയല്ലോ. അഭിമാനമാണ്, ശരീരത്തിൻ്റെ അഭിമാനമാണ് അല്ലേ. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ആളുകളാണോ എങ്കിലോ നമ്മളോട് സ്നേഹം വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ കറുത്തു, വെളുത്തു, തടിച്ചു, മെലിഞ്ഞു, ഒരു നല്ല കാര്യം പറയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളറിയാതെ നമ്മളുടെ മേലെ വരുന്ന ആരോപണങ്ങൾ. ഇത് ദുസ്സംഗമാണ്. സ്നേഹം എന്നുള്ള പേരിൽ ഉള്ള ദുസ്സംഗമാണ്, നിന്ദ എന്നുള്ള പേരിൽ ദുസ്സംഗമാണ്. ഈ ദുസ്സംഗം ഇങ്ങനെ വൈറസാണ്, അവിദ്യയുടെ, അജ്ഞാനത്തിൻ്റെ, മായയുടെ വൈറസാണത്.
പതുക്കെ ഇതൊക്കെ കൂടെ കളക്റ്റായിട്ടാണ് നമുക്ക് ഭയവും മറ്റു വിഭ്രാന്തികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് രഘുഗണൻ ഭരതൻ്റെ അടുത്ത് ചെയ്തത്. തടിയൻ എന്നൊക്കെ പറയാതെ പറഞ്ഞു, അയ്യോ വല്ലാതെ മെലിഞ്ഞിരിക്കണു, ഒറ്റയ്ക്ക് വഹിക്കുകയാണ് ഈ ശരീരം കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ രാജാവ് പറഞ്ഞത് അദ്ദേഹം കേട്ടില്ലേ? കേട്ടു, അറിഞ്ഞു. ആളുകൾക്ക് ധാരണ എന്താണെന്ന് വെച്ചാൽ ജ്ഞാനി എന്ന് വെച്ചാൽ ഒരു ബോധമില്ലാതെ നടക്കുന്ന ആളെന്നാണ്. നല്ല ബോധത്തോടെ തെളിച്ചത്തോടെ എല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. യോഗികളുടെ കാര്യമാണത്. ഈ ട്രാൻസ്, ജ്ഞാനിക്ക് ട്രാൻസ് ഒന്നും വേണ്ട. ട്രാൻസ് ഉണ്ടാവാം, സാധനയുടെ ഫലമായിട്ട്. സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ പറഞ്ഞു, സർവാത്മതാം ഉപഗതോപി മുനി സമാധിം പൂർവാനുവൃത്തമയത്തെ സമയാപനുത്യൈ. സർവാത്മത്വം നേടിയ ജ്ഞാനി, ജീവൻ മുക്തൻ, കുറച്ച് നേരം പോക്കിന് വേണ്ടി കുറച്ച് നേരം സമാധി സ്ഥിതിയിലിരിക്കും എന്നാണ്. പര്യാപ്ത സർവവിഭവ ക്ഷിതിപോപി കാല നിർയാപണായ കുരുതേ ചതുരംഗലീലാം എന്നാണ്. എല്ലാവരെയും ജയിച്ച് കഴിഞ്ഞ് ചക്രവർത്തിയായ രാജാവ് നേരം പോക്കിന് ചതുരംഗം കളിക്കണ പോലെ എന്നാണ് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ പറയുന്നത്. സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളെക്കാളും ഇതിന് വലിയ ദൃഷ്ടാന്തം വേറെ ആരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ സമാധിയും ജ്ഞാനിക്കൊന്നും നിർബന്ധമില്ലേ. സമാധിയും വ്യുത്ഥാനവും ഒക്കെ ജ്ഞാനിക്ക് ഒരേപോലെയാണ്. വിക്ഷേപവും നിരോധവും ജ്ഞാനിക്ക് ഒരേപോലെയാണ്. ഇതിനൊക്കെ അധിഷ്ഠാനമായിട്ട് നിത്യനിരന്തരം നിത്യമുക്തമായിട്ടിരിക്കുന്ന സത്യത്തിനെ അറിഞ്ഞ ആളാണ്. സംസാരത്തിൻ്റെ അത്യന്താഭാവം തൻ്റെ സ്വരൂപത്തിൽ സാക്ഷാത്കരിച്ച ആളാണ്. ശരീരത്തിൻ്റെ അത്യന്താഭാവം തൻ്റെ സ്വരൂപത്തിൽ സാക്ഷാത്കരിച്ച ആളാണ്. മനസ്സിൻ്റെ അത്യന്താഭാവം തൻ്റെ സ്വരൂപത്തിൽ സാക്ഷാത്കരിച്ച ആളാണ്. അതുകൊണ്ട് പിന്നെ മനസ്സ് പ്രവർത്തിച്ചാലും ശരീരം വ്യവഹരിച്ചാലും ഒന്നും ദോഷമില്ല. ഇതൊക്കെ നടക്കുന്നതിൻ്റെ നടുക്കും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും ആ റിയാക്ഷൻ വരുന്നത് ജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നാണ്, വ്യവഹാരത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നല്ല. അപ്പോൾ വ്യവഹാരം പാടെ പോയിരിക്കണമെന്നർത്ഥം. രാജാവ് ഇങ്ങനെ പറഞ്ഞതും പറഞ്ഞു, ഭർത്തുഹു സമേസ്യാദ്യതി വീരഭാര, ഞാൻ വഹിക്കണ്ടെങ്കിലല്ലേ എനിക്ക് ഭാരമുള്ളൂ എന്നാണ്. അതായത് ഭോക്തൃത്വമേ ഇല്ല എന്നർത്ഥം. സംസാരത്തിൽ പല അനുഭവങ്ങളും വരും, ദുഃഖങ്ങളൊക്കെ വരും. രമണ മഹർഷിക്ക് ക്യാൻസർ വന്നു. ഭഗവാനെ വേദനയുണ്ടോ എന്ന് ചോദിച്ചു. 1000 തേള് കൊട്ടണ പോലെ വേദനയുണ്ട്. പക്ഷെ ആർക്കാ? അതാണ് അനുഭവിക്കണമെന്നായിരുന്നു. ഫാക്റ്റാണ്, വേദനയുണ്ട്. അല്ല വേദനയേ ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് ആളുകൾ വിചാരിക്കേ. കൈ വെട്ടിയാൽ അറിയില്ല, കാല് വെട്ടിയാൽ, അതൊക്കെ നാളെ മെഡിക്കൽ സയൻസ് സാധിച്ചു തരും. അതല്ല ജ്ഞാനത്തിൻ്റെ. വേദന ഉണ്ടെങ്കിലും ബാധയില്ല, ബാധിതമാവുകയാണ് അതൊക്കെ ജ്ഞാനം കൊണ്ട്. എന്തൊക്കെ തന്നെ വിഷമങ്ങൾ വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും അതൊന്നും തൻ്റെ സ്വരൂപത്തിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും അനുഭവിക്കുന്നു എന്നുള്ള എൻജോയർഷിപ്പ് ഉള്ളപ്പോഴാണ് ആ അനുഭവത്തിൻ്റെ ബലം. ഇഫ് ദ എൻജോയർഷിപ്പ് ഈസ് നോട്ട് ദെയർ, ദ എൻജോയ്മെൻറ്റ് ഓഫ് ഐദർ സോറോ ഓർ സഫറിങ്, പെയിൻ, ബോത്ത് ഡസ് നോട്ട് അഫക്റ്റ് ദ സെൽഫ് ഇൻ എനി വേ. അപ്പോൾ എൻജോയർഷിപ്പ് ഇല്ല എന്നാണ്, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ആത്മവിചാരം നേരെ ചെന്ന് തൊടുന്നത് അവിടെയാണ്. ഞാൻ അനുഭവിക്കുന്നു, ഞാൻ കർമ്മം ചെയ്യുന്നു. ഈ കർമ്മം ചെയ്യുന്നതായ കർത്താവായ ഞാനും കർമ്മഫലം അനുഭവിക്കുന്ന ഭോക്താവായ ഞാനും രണ്ടും അറിഞ്ഞുപോയി. അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ കർത്താവെന്നും വരണില്ല. നിധിധ്യാസനം വരയ്ക്കും അതൊക്കെ വന്നുകൊണ്ടിരിക്കുമെന്ന് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറഞ്ഞു. ഒക്കെ കേട്ടു, അറിഞ്ഞു. ഞാൻ കർത്താവല്ല, ഭോക്താവല്ല. കർമ്മം ചെയ്യുമ്പോൾ ഞാൻ കർത്താവ് ആരാണ് എന്ന് അന്വേഷിച്ചൊക്കെ നോക്കി. പക്ഷേ എന്നാലും കർമ്മം ചെയ്യുമ്പോൾ കർത്തൃത്വം വരും. ജ്ഞാതേ വസ്തുനി അപ്പി ബലവതീ വാസന, പൂർവ്വ ഹാബിറ്റാണത് ആ ചിന്തിക്കൽ. ബലവതീ വാസന അനാദിരേഷ കർത്താ ഭോക്താപി അഹമിതി ദൃഢായാസ്യ സംസാരഹേതു.
അപ്പോൾ അങ്ങനെ വരുമ്പോഴും പേടിക്കേണ്ടെന്നർത്ഥം. കാരണം ശങ്കരാചാര്യർ പറഞ്ഞു വരും. കർത്താ ഭോക്താപി അഹമിതി ദൃഢായാസ്യ സംസാരഹേതു. അതിന് എന്ത് ചെയ്യണം? ഓരോരിക്കും അത് വരുമ്പോഴും ജാഗ്രതയോടുകൂടെ സാക്ഷിയായി നിന്നുകൊണ്ട് ഈ ഞാൻ ആരാണ്, ഈ കർത്താവാണെന്ന് അഭിമാനിക്കുന്ന ഈ വൃത്തിയുടെ സ്വരൂപം എന്താണ്, എന്താണ് ഇതിൻ്റെ സ്വരൂപം എന്ന് നല്ലവണ്ണം ആരാഞ്ഞ് ആ ഹാബിറ്റ് ഓഫ് തിങ്കിങ്, ആ വാസന അത് നിശേഷം നീങ്ങുന്നവരെ പ്രത്യഗ്ദൃഷ്ട്യാ ആത്മനി നിവസതാ സാപനേയാ പ്രയത്നാത് മുക്തിം പ്രാഹുഹു തദിഹ മുനയഃ വാസനാതാനുവം യത്. വാസനാതാനുവം, വാസന ഇല്ലാതാക്കി തീർക്കാന്ന് വെച്ചാൽ ആ ഹാബിറ്റ് തന്നെ പോവും. ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണെന്ന് സ്വപ്നേപി ചിന്തയില്ല. അങ്ങനെ ഉള്ള സ്ഥിതിയിലാണ് ഭരതൻ പറയുന്നത്, ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല. നോക്കൂ, വലിയ വിശ്രാന്തിയാണിത്. ഇവിടെ ഈ ജ്ഞാനത്തിലാണ് ഞാൻ ഈ വിശ്രാന്തി കണ്ടെത്തുന്നത്. എത്ര വ്യവഹരിച്ചാലും ക്ഷീണിക്കണില്ല, എത്ര പ്രവർത്തിക്കേണ്ടി വന്നാലും ക്ഷീണിക്കണില്ല. കാരണം ഈ ക്ഷീണമൊക്കെ രമണ മഹർഷിയുടെ അടുത്ത് അടുക്കളയിൽ പണിയെടുക്കുന്ന ഹെഡ് കുക്ക് ഒരമ്മ ഉണ്ടായിരുന്നു, ശാന്തമ്മ. ആ അമ്മ വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ഒരുപാട് പണി, വയ്യാതായിരിക്കണോ? ഭഗവാൻ പറഞ്ഞു, പണി കൊണ്ടല്ല, ഞാനാണ് എല്ലാം ചെയ്യണത് നീ വിചാരിക്കണോ? അതാണോ കുഴപ്പം? അത് വിട്ടാ പണിയുടെ പാട്ടിൽ നടക്കും. ഞാൻ കർത്താവാണ്, അതുകൊണ്ട് ഞാൻ ഭോക്താവാണ്, അവിടെയാണ് ക്ഷീണിക്കണത്. അതുകൊണ്ട് കർത്താഭോക്താപി അഹമിതി അതങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ നാഹം കർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖി. ആത്മവിചാരം പോലും ചെയ്യേണ്ടെന്നാണ് അഷ്ടാവക്രൻ പറയണത്. നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഗുരു പറഞ്ഞു ഞാൻ കർത്താവല്ല ഭോക്താവല്ല, വിശ്വസിച്ചു കഴിഞ്ഞു. ശാസ്ത്രം പ്രമാണം അത് പറഞ്ഞു, കർത്തൃത്വ ഭോക്തൃത്വം അവിദ്യയാണ്, അത് വാസ്തവമല്ല. ആ വിശ്വാസം കൊണ്ട് രക്ഷപ്പെട്ടോളൂ എന്നാണ്. ശിവോഹം എന്നുള്ള അനുഭൂതി വിചാരം കൊണ്ട് ഞാൻ ശിവോഹം എന്ന് വെച്ചാൽ ഞാൻ ആത്മാവാണ്. അല്ലാതെ ഏതെങ്കിലും കൈലാസത്തിലിരിക്കുന്ന ശിവനെ ഇമാജിൻ ചെയ്യേണ്ട. ഞാൻ ശുദ്ധ ചൈതന്യമാണ്. ഈ അനുഭവം വിചാരം കൊണ്ട് വരേണ്ടതാണ്. ചിലപ്പോൾ നല്ല ഭാഗ്യമുള്ള ആളുകൾക്ക് ദേശികോക്തിയാ ശിവോഹം എന്ന് പറഞ്ഞു. ദേശികൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, അത്ര തന്നെ. എൻ്റെ ഗുരു പറഞ്ഞു, ഞാൻ അങ്ങനെ എടുത്തു. അത്രയ്ക്ക് ശ്രദ്ധയും ഭക്തിയും ഉണ്ടെങ്കിൽ ആത്മസാക്ഷാത്കാരം പൊടുന്നനെ വരും. വളരെ എളുപ്പമാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ എവിടെയും ഒന്നും സഞ്ചരിക്കുന്നില്ല, എപ്പോഴും ശാന്തമായ ഒരിടത്തിരിക്കുകയാണ്. ഞാൻ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലല്ലേ വഴിയൊന്നുമില്ല. ഇപ്പം നോക്കൂ, നമ്മൾ തന്നെ ഇപ്പോൾ തിരുവണ്ണാമലയിൽ നിന്ന് ഇവിടെ വന്നു ഇല്ലേ, കാറിൽ കയറിയിരുന്നു. അത് കാർ ഇവിടുന്ന് അവിടെ ഓടി, അവിടുന്ന് ഇവിടെ ഓടി എവിടെയൊക്കെയോ പോയി ഒരു 10-15 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ നടക്കുമോ? ഒന്നും ചെയ്തില്ല, അതിലിരിക്കല്ലേ, വീട്ടിലിരിക്കണ പോലെ തന്നെ. നമ്മൾ വിചാരിക്കുകയാണ് യാത്ര ചെയ്യണു. യാത്രയൊന്നും ചെയ്തില്ല, വെറുതെ ഇരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ടോണ്ടിരുന്ന സമയവും അറിഞ്ഞില്ല. സത്സംഗോ പാട്ടോ ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടാണ് വരണതെങ്കിൽ എവിടെയായിരിക്കണം ഒന്നും അറിയില്ല. ചിലപ്പോൾ കുറച്ചുകൂടെ സമാധാനമാണ്. എനിക്ക് അവിടെ തിരുവണ്ണാമലയിൽ നമ്മുടെ ആശ്രമം ഋഷിതീർത്ഥത്തിൽ ഒരു ചെയറുണ്ട്. ആ ചെയറിൽ ഇരുന്ന് ആരെങ്കിലും വരും. ഇതിപ്പോൾ അതൊന്നുമില്ലല്ലോ. ഞാനതുകൊണ്ട് ആ ചെയർ ഇപ്പോൾ മാറ്റിക്കുന്നത്. അപ്പോൾ ഇതൊന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഒന്നും അറിയില്ല, ഭോക്ത ഒന്നുമില്ല, കർത്തൃത്വ ഭോക്തൃത്വം ഒന്നും ഇല്ലെങ്കിൽ ഈ യാത്ര ചെയ്യുക, നടക്കുക, സ്പേസ് ടൈമൊക്കെ നാമിன்றി നാടേത് രമണ മഹർഷി പറഞ്ഞു. നമ്മളിലാണ് സ്പേസും ടൈമും ഒക്കെ, ദേശകാലങ്ങളൊക്കെ. നമ്മൾ ദേശകാലത്തിലല്ല എന്നാണ്. നമ്മളിൽ ദേശകാലങ്ങൾ ആവിർഭവിച്ചടങ്ങുകയാണ്. അപ്പോൾ പീവേതി രാശൗനവിതാം പ്രവാദ. ഈ ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളുടെ സംഘാതമാണിത്, രാശിയാണ് ഈ ശരീരം. അതിനെ തടിച്ചുവെന്നും മെലിഞ്ഞുവെന്നും ഒക്കെ ഇങ്ങനെ പറയും. കുറേ ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചേർന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. മൊത്തത്തിൽ നമ്മൾ തന്നെ ഈ ഇഡ്ഡലിയും കുഴക്കട്ടയും
ചോറും പച്ചക്കറിയും ഒക്കെ കൂടിയിട്ടുള്ളൊരു സാധനമാണ് മുമ്പിലിരിക്കണത്. ഇതൊക്കെ കൊണ്ട് ആഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ചതാണല്ലോ ഇതൊക്കെ, അല്ലേ? ഇതാണ് ഈ രാശി. ഇതല്ല നമ്മൾ വാസ്തവമായ വസ്തു എന്നാണ്. ഇതല്ല വാസ്തവമായ വസ്തു. ഇത് അറിവുള്ളവർക്ക് ഇത് പറയില്ല. അറിവുള്ളവരിങ്ങനെ പറയില്ല. സ്ഥൗല്യം തടിക്കുക, കാർശ്യം മെലിയ, വ്യാധയ പലവിധ വ്യാധികൾ, ആധയ മനസ്സിന് വരുന്നത്, വിശപ്പ്, ദാഹം, ഇതൊക്കെ തന്നെ ദേഹത്തിനോട് സംബന്ധപ്പെട്ടതാണ്, ആത്മാവിൻ്റേതല്ല. അപ്പം എന്താണ്? ആത്മാവിനെ വിചാരം ചെയ്ത് അറിഞ്ഞ് എൻ്റെ സ്വരൂപം എന്താണെന്ന് നിശ്ചയിച്ചിട്ട് ഈ ഉപാധിയുടെ ദോഷങ്ങളൊക്കെ ഇല്ലാതാവില്ല. ഭ്രമിക്കരുത്. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ വിശക്കില്ല, സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ വേർക്കില്ല, സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ യോഗികളൊക്കെ മെലിഞ്ഞിരിക്കും, ഇങ്ങനെയൊന്നും ധരിക്കരുത്. ചില യോഗികളൊക്കെ നോക്കും, നല്ല വണ്ണമാണ്. ചിലർ ഇതൊക്കെ ഓരോരുത്തരുടെ പ്രാരബ്ധമാണ്. ചിലർ ലോഡ് കണക്കിന് കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും, സ്ലേറ്റ് പെൻസിൽ പോലെ. ഓരോരുത്തരുടെ നിയതിയാണത്. ചിലർ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും തടിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെ അവർ ഓരോരോ പ്രകൃതിയാണ്. അപ്പം ഇത് നമ്മളല്ല, ഇത് അനാത്മവസ്തുവാണ്. ശാശ്വതമായ പരിഹാരം അതാണ്. അതിന് അർത്ഥം നിങ്ങൾ രാവിലെ എണീറ്റ് ഓടേണ്ടതൊന്നുമല്ല. ഓടാൻ പ്രാരബ്ധം ഉണ്ടെങ്കിൽ ഓടും, ഓടിക്കോളുക, എക്സസൈസ് ചെയ്തോളുക, എല്ലാം ചെയ്തോളൂ. അത് നല്ലതാണ്. അതുകൊണ്ടൊരു സുഖം ഉണ്ടല്ലോ, അതിനു വേണ്ടി ചെയ്യാമല്ലോ നമുക്ക്, അല്ലേ? അത് ചെയ്യുമ്പോൾ ഒരു എനർജി ഉണ്ട്, ഒരു സുഖമുണ്ട്. നടക്കാൻ പോകാൻ നല്ല സുഖമുണ്ട്, ആനന്ദമായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി അതൊക്കെ ചെയ്തോളാം. പക്ഷേ ശാശ്വതമായ പരിഹാരം ഈ സത്യത്തിനെ നിശ്ചയിക്കുകയാണ്. ഇത് നിശ്ചയിച്ച ശേഷം നിങ്ങൾ യോഗമോ എക്സസൈസോ എല്ലാം ചെയ്തോളൂ. വെറുതെ സമയം വേസ്റ്റാക്കണ്ട. എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുക. നടക്കാൻ പോയാൽ നല്ലവണ്ണം ജപിക്കാം. ഇരിക്കണതിനേക്കാളും കൂടുതൽ ധാരാളം നടന്നു കഴിഞ്ഞാൽ ജപിച്ചുകൊണ്ടേ നടക്കാം. ശരീരത്തിനും നല്ലതാണ്, മനസ്സിനും നല്ലതാണ്, ബുദ്ധിക്കും നല്ലതാണ്, ആത്മാവിനും നല്ലതാണ്. ജപിച്ചുകൊണ്ടേ നടക്കാം. ചിലരൊക്കെ ഈ എക്സസൈസ് ജിമ്മിലൊക്കെ പോയി ചെയ്ത് അതിൻ്റെ കൂടെ ജപമൊക്കെ ചെയ്യണുണ്ട്, ധ്യാനമൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സത്സംഗം എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കും. അതൊക്കെ നല്ലതാണ്. പക്ഷെ അതൊന്നുമല്ല പരിഹാരം. പരിഹാരം ഈ സത്യം, ഇതൊന്നും ഞാനല്ല. കാരണം ഇത് തൽക്കാലത്തേക്ക് റിപ്പയർ ചെയ്ത് കാറ് റിപ്പയർ ചെയ്ത് പോലെ വെച്ചോളൂ. പക്ഷേ ഇത് നമ്മളല്ല, ഇത് ശാശ്വതമായിട്ട് നിൽക്കില്ല. ശാശ്വതമായിട്ടുള്ള വസ്തു ഇതിൻ്റെ അധിഷ്ഠാനമായിട്ടുണ്ട് എന്നുള്ള ആ അറിവുണ്ടല്ലോ, ആ അറിവ് അത്യധികം അനുഗ്രഹം ചെയ്യും. അത് ഈ സ്ഥൂലമണ്ഡലത്തിലല്ല. ഇതൊക്കെ ഇപ്പം ഞാൻ പറയണതേ ഈ ഭാഗവതം പഠിച്ച് ഈ പുസ്തകം പഠിച്ചൊക്കെ അലഞ്ച് വെച്ചിട്ട് ഉറപ്പിച്ചിട്ട് പറയലല്ല. ഒരുപാട് ഇതിനു വേണ്ടി യത്നിച്ച് ഈ സത്യനിശ്ചയത്തിന് വേണ്ടി, ഇതിൻ്റെ ശാന്തി, ഇതിൻ്റെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി യത്നിച്ച്, അത് ഇനിയിപ്പോൾ ആരല്ല, ഇനിയിപ്പോൾ കൃഷ്ണനെ വന്ന് പറഞ്ഞാലും ഇളകില്ല. അത് നല്ല ശാന്തിയോടുകൂടെ അത് നമ്മൾക്ക് പരമ സ്വാനുഭവമായിട്ട് തീർന്ന കാര്യമാണ് പറയണത്. അതും ഒരു കാര്യം പറയാം, സന്യാസം കൊണ്ടൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടൊന്നും ഭയപ്പെടേണ്ട. ഇതൊക്കെ സന്യാസത്തിനൊക്കെ മുമ്പ്, എത്രയോ മുമ്പ്, ഗൃഹസ്ഥാശ്രമത്തിനും മുമ്പ് ബ്രഹ്മചര്യാശ്രമത്തിൽ തന്നെ അതിൻ്റെ വന്നതാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ അത് കൂടുതൽ നിശ്ചയമാക്കി തീർത്തു. അപ്പോൾ ഇത് എല്ലാവർക്കും സാധിക്കും. അതിനുവേണ്ടിയാണ് പറയണത്. ഇതൊന്നും വലിയൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം മതി, വേറൊന്നും വേണ്ട. സമാധാനമായിട്ട് ഇരിക്കണം, ശാന്തിയോടെ ഇരിക്കണം എന്നുള്ള ആഗ്രഹം മതി. അപ്പോൾ അതാണ് അതിൻ്റെ വിഷയം. സന്യാസമോ ഗൃഹസ്ഥ ഇതൊക്കെ വ്യവഹാരമാണ്. ഓരോരുത്തരുടെ സൗകര്യം ഓരോന്നും ഈശ്വര നിശ്ചയം. ഈ അറിവ് എല്ലാവർക്കും വേണ്ടതാണത്. ഇത് എല്ലാവർക്കും സാധിക്കും. ഇത് സത്യമാണത്. ഇത് അപരോക്ഷമായിട്ടുള്ള സത്യമാണത്. അല്ലാതെ ഇത് ഭാഗവത സപ്താഹത്തിന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന സാധനമൊന്നുമല്ല.
അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ദേഹത്തിനെ ഞാനെന്ന് കരുതിയാൽ ഇതൊക്കെ പോരും എന്നാണ്. ദേഹേന ജാതസ്യ, ദേഹം ഞാനാണെന്ന് കരുതി കഴിഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ കൂടെ പോരും. അതുകൊണ്ട് ഇതിനെ നല്ലവണ്ണം അറിഞ്ഞുകൊള്ളുക. എന്നിട്ട് വ്യവഹാരവും പറഞ്ഞു. വ്യവഹാരത്തിൽ ഞാൻ വലിയവൻ, ഇവൻ ചെറിയവൻ, ഇതൊക്കെ അങ്ങോട്ട് വിട്ടുകളയാണ്. കൈ ഈശ്വര തത്ര കിം ഈശിതവ്യം. ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഈശ്വരൻ. ഈശ്വരൻ എന്ന് വെച്ചാൽ ഓണർ, യജമാനൻ, രാജാവാണ്. ഇവരൊക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കേണ്ടവരാണ്. അവർ പറഞ്ഞാൽ കേൾക്കണില്ല എന്നൊക്കെ. ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുമല്ലോ, ഞാൻ അച്ഛനാണ്, എൻ്റെ മകൻ ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ. ഒരിക്കൽ ഒരു അച്ഛൻ മകനെ കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടിലിരിക്കണ ഒരു വയസ്സായ വൃദ്ധന് മുമ്പത്തിരിക്കണം. എന്തിനാ ചീത്ത പറയണത് ചോദിച്ചു. അല്ല പറഞ്ഞാലേ കേൾക്കണില്ല എന്ന്. ഇത്തിരി നമസ്കരിക്കുകയൊക്കെ ചെയ്യാം, നിങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കുട്ടികളായിട്ട്, നിങ്ങളെയൊക്കെ നോക്കുമ്പോൾ എത്രയോ ഭേദമാണ്. ഇതൊക്കെ ദ്വൈതങ്ങളുടെ രൂപം എന്താണെന്ന് വെച്ചാൽ വിശ്വം പശ്യതി കാര്യകാരണതയ സ്വസ്വാമി സംബന്ധത ശിഷ്യ ആചാര്യതയ തഥൈവ പിതൃപുത്രാദി ആത്മനാ ഭേദത സ്വപ്നെ ജാഗ്രതി വാ യേഷ പുരുഷ മായാപരിഭ്രാമിത തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈതം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഈ വിശ്വത്തിനെ കാര്യം കാരണം എന്നുള്ള ഭാവത്തോടുകൂടെ, അച്ഛൻ മകൻ എന്നുള്ള ഭാവത്തോടുകൂടെ, അമ്മ മകൻ, ഭർത്താവ് ഭാര്യ, യജമാനൻ ദാസൻ, ഇങ്ങനെയൊക്കെ ഈ ഭേദബുദ്ധി, ഇതൊന്നും വ്യവഹാരത്തിന് ഇല്ലാതെ പറ്റില്ല കേട്ടോ. വ്യവഹാരത്തിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വേണ്ടിയിരിക്കുന്നു. പക്ഷേ പരമാർത്ഥത്തിൽ ഇത് കൊണ്ടുപോകുമ്പോൾ, ഉള്ളിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ കുഴപ്പമാവും. ഇതാണ് വികല്പം എന്ന് പറയുന്നത്. ഈ വികല്പം ഒക്കെ മനസ്സിന് സമാധാനത്തിന് വിഘ്നമാണ്, ശാന്തിക്ക് വിഘ്നമാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് രാജാവ് ഇറങ്ങി വന്ന് നമസ്കരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് രാജാവ് ചോദിച്ചു, ശരീരത്തിന് വരുന്ന കഷ്ടങ്ങളൊക്കെ ആത്മാവിനെ ബാധിക്കില്ലേ? ഒരു ചട്ടിയിൽ ഇത്തിരി അരി വെച്ച വേഗുണ്ടല്ലോ, തീ തൊട്ട് ചട്ടി ചൂടായി, വെള്ളം ചൂടായി, അരിയും ചൂടാവുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. വിഡിത്തമാണ് ചോദിച്ചത്. അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞും കഴിഞ്ഞു. അകോവിദ എന്ന് പറഞ്ഞു രാജാവിനെ. ഈ അവധൂതൻ പറഞ്ഞു, മണ്ടൻ. ചില അവധൂതന്മാർ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. അവർ വളരെ സാത്വികമായിട്ടൊന്നും സംസാരിക്കില്ല. അപ്പം മണ്ടൻ എന്ന് പറഞ്ഞു. എന്താ എന്നിട്ട് വലിയ ബുദ്ധി പ്രജ്ഞാവാദാംശ ഭാഷസ എന്ന് കൃഷ്ണനും പറഞ്ഞല്ലോ അർജുനന്. അതേപോലെ കോവിദവാദവാദാൻ വദസി, നല്ല അറിവുള്ളവനെ പോലെ സംസാരിക്കുന്നു. അറിവുള്ളവരാരും ഈ വ്യവഹാരത്തിനെ പരമാർത്ഥത്തിനോട് യോജിപ്പിക്കില്ല. നമ്മൾ 99%ഉം നമ്മൾ അധ്യാത്മമെന്നും മതമെന്നും പറഞ്ഞ് ചെയ്യുന്നതൊക്കെ വെറും വ്യവഹാരം മാത്രമാണ്. സപ്താഹം എന്ന് പറയുമ്പോഴും ഇതിൽ 99% വ്യവഹാരമാണ്, പരമാർത്ഥമല്ല, വ്യവഹാരമാണ്. അതുകൊണ്ട് എന്താ, ശരി എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ ചെയ്തോളൂ. പാൽപ്പായസം, തേങ്ങ പിഴിഞ്ഞ പായസമായാലും വളരെ നല്ലത്. പാനകം ചെയ്യണം, നിശ്ചയമായിട്ട് ചെയ്യണം. കാരണം ഇതിപ്പോൾ വേണ്ട നമ്മൾ പറഞ്ഞിട്ട് നിർത്തുന്നു. ഓവർ വ്യവഹാരമാക്കിയാൽ വേണ്ടാന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് അസൗകര്യമാണ്, അതുകൊണ്ട് കൂടുതൽ വ്യവഹാരമാണോ വേണ്ട എന്ന് പറയും. അല്പം വ്യവഹാരം അവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് മനസ്താപമാവോ, ചെയ്തോളൂ. ധാരാളം പുഷ്പം മാലയും ഒക്കെ കൊണ്ടുവന്ന് അലങ്കരിക്കണോ, കുറച്ചൊക്കെ അലങ്കരിച്ചോളൂ, ഒരുപാട് വേണ്ട. ഇല്ല, ഇതൊക്കെ വ്യവഹാരമാണ്. ഇതിന് എത്ര വിളക്ക് വയ്ക്കണം, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഈ സപ്താഹം ചെയ്യാം. ഒന്നുമില്ലാതെ, മൈക്കും വേണ്ട, 4 പേരേ ഉള്ളൂ എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് ഒരിടത്തിരുന്ന് ഭാഗവതം വായിക്കാൻ, പറയാൻ 2 പേരെ ഇങ്ങനെ കേൾക്കാം. സപ്താഹമായിട്ടും വേണ്ട, ധാരാളം ദിവസങ്ങൾ ഇങ്ങനെ ദീർഘമായിട്ട് പറയാം, ദീർഘസത്രമായിട്ട് പറയാം, ആസ്വദിക്കാം. ആ ആസ്വാദ്യത്തിന് ഇതൊന്നും ആവശ്യമില്ലാതെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് കേട്ട് ഒക്കെ ഇരിക്കാം. അങ്ങനെയും സത്സംഗം നടക്കും.
ഇതൊരു ഉത്സവം പോലെ നടത്തും. ശരി, ഉത്സവം പോലെ നടത്തിക്കൊള്ളു. പക്ഷേ ഈ വ്യവഹാരമാണ് അധ്യാത്മം എന്ന് ധരിക്കരുത് എന്ന്. എല്ലാത്തിലും ഈ വ്യവഹാരം അധ്യാത്മവും കൂടിക്കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അറിവുള്ളവർക്ക് അറിയാം ഏതാണ് വ്യവഹാരം, ഇതിലെന്താണ് അധ്യാത്മം. ഇപ്പോൾ സ്വർണം ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ ടൺ കണക്കിന് മണ്ണാണ് വരിക, ടൺ കണക്കിന് ചളിയും ചാർക്കോലും ഒക്കെ വരും. അതിൽ നിന്നും ഗോൾഡ് ഡസ്റ്റാണ് വരിക. കുറച്ച് കുറച്ചേ വരുള്ളൂ, ഇത്തിരിയെ വരുള്ളൂ. പക്ഷേ നോക്കുന്നത് സ്വർണ്ണമാണ്, ബാക്കിയുള്ളതല്ല. ഇഷ്ടം പോലെ ഉണ്ട് മറ്റേത്, പക്ഷെ എടുക്കുന്നത് സ്വർണ്ണമാണ്. അതുപോലെയാണ് നമുക്ക് അധ്യാത്മം. ഇപ്പോൾ ഗ്രന്ഥങ്ങളിലുമൊക്കെ അതെ, ധാരാളം പലതും കാണും. ഇപ്പോൾ മഹാഭാരതത്തിൽ 1,00,000 സ്വച്ഛം ശ്ലോകമാണ്, അതിന് 700 ശ്ലോകം ഗീത എടുത്തു. കുറച്ച് ശ്ലോകമേ ഉള്ളൂ സനത്സുജാതീയം, അത് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഈ വ്യവഹാരത്തിനെ പരമാർത്ഥത്തിനോട് യോജിപ്പിക്കരുത്. വ്യവഹാരത്തിന് വ്യവഹാരത്തിൻ്റെ നിയമം, അതെന്തോ നടന്നിട്ട് പോട്ടെ. കർമ്മകാണ്ഡ വേദഭാഗത്തിനെയും പരമാർത്ഥത്തിനോട് യോജിപ്പിക്കരുത് എന്ന് പറഞ്ഞു. കർമ്മകാണ്ഡ വേദഭാഗത്തിലും ശുദ്ധമായി ജ്ഞാനം പ്രകാശിക്കില്ല. എന്നാൽ കർമ്മകാണ്ഡ വേദഭാഗം വേണ്ടാന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. കാരണം അതിലാണ് ഈ ജ്ഞാനമൊക്കെ വരുന്നത്. ആ കർമ്മകാണ്ഡ വേദത്തിൻ്റെ നടുക്കും അതിൻ്റെ സാരമായിട്ടുമൊക്കെയാണ് ശ്രുതികളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഉപനിഷത്തുകളിലും കർമ്മകാണ്ഡത്തിൻ്റെ സ്പർശമുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്, അഗ്നികാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കർമ്മകാണ്ഡം പറയാൻ അല്ല ഉദ്ദേശം. അതുകൊണ്ട് ആർക്കാണോ ഈ ജ്ഞാനം വേണ്ടത് അവർക്ക് ഈ കർമ്മകാണ്ഡത്തിനെ ഇതിനോടുകൂടെ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വേദവാദേഷു ഹി തത്വവാദ പ്രായേണ ശുദ്ധോനു ചകാസ്തി സാധു. അവിടെ ഹിംസയൊക്കെ ഉണ്ടാവും, യാഗയജ്ഞങ്ങളിലൊക്കെ ചില ഹിംസകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതൊക്കെ പർപ്പസ് വേറെയാണ്, അതിൻ്റെ കാര്യം വേറെയാണ്. അതൊന്നും തെറ്റെന്നും നമ്മൾ പറയില്ല. അതൊക്കെ എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടെ ചെയ്ത് തുടങ്ങി പൂർത്തിയാക്കിയതാണ്. അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. പക്ഷെ അത് ഈ ജ്ഞാനത്തിനോട് മിക്സ് ചെയ്യില്ല. അതുകൊണ്ട് നതസ്യ തത്വഗ്രഹണായ സാക്ഷാത് വരീയസീരപി വാചസ്സമാസൻ. അതിലൊക്കെ മനസ്സ്, വ്യവഹാരത്തിലും കർമ്മകാണ്ഡ വേദഭാഗത്തിലൊക്കെ മനസ്സ് ഇങ്ങനെ ചെതറിപ്പോയ ആൾക്ക് ഉപനിഷത്തിൻ്റെ മഹാവാക്യങ്ങളൊക്കെ തന്നെ അർത്ഥഹീനമായിട്ട് തോന്നും. മഹാവാക്യങ്ങളൊക്കെ തത്വമസി എന്ന് പറഞ്ഞല്ല, അതൊക്കെ വെറുതെ പറയാം, അതൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറയും. ഒരുപാട് പേര് പറയും, ഭാഗവതം പറയണവരെ പറയും ഇതൊന്നും നമുക്ക് ശരിയാവില്ല. വരീയസീഹി അഭിവാച എന്ന് വെച്ചാൽ മഹാവാക്യാദീനി അപി, മഹാവാക്യാദി ഉപദേശങ്ങൾ പോലും അങ്ങനെയുള്ള ആൾക്ക് അർത്ഥഹീനമായിട്ട് തോന്നുന്നതാണ്. ഇതൊന്നും പ്രയോജനമില്ലാത്ത കാര്യമാണെന്ന് തോന്നും എന്നാണ് ടീക്കാകാരൻ പറയുന്നത്. അപ്പോൾ വരീയസീരപി വാചസ്സമാസൻ, ഈ ലൗകിക ജീവിതത്തിലുള്ള സുഖങ്ങളൊക്കെ സ്വപ്നത്തിൽ കാണുന്ന പോലെയാണ്. സ്വപ്നത്തിൽ കാണുന്നതൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് പോകുന്ന പോലെ നമ്മൾ അനുഭവിച്ച സുഖങ്ങൾ എന്തൊക്കെ അനുഭവിച്ചു, എന്തൊക്കെ കണ്ടുല്ലേ, ഒക്കെ ഇപ്പോൾ എവിടെ? എല്ലാം കഴിഞ്ഞു പോയി. സുഖങ്ങളൊക്കെ അനുഭവിച്ചു പോയി, ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു പോയി. ആരൊക്കെയോ ജനിച്ചു, ആരൊക്കെയോ മരിച്ചു, ആരുമൊക്കെയോ ആയിട്ടൊക്കെയോ സമ്പർക്കം ഉണ്ടായി, എല്ലാവരും പോയി കഴിഞ്ഞു. ഇപ്പോൾ പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇവരും പോവും. ആഗമാ പായിനോ അനിത്യാഹ താൻ സ്ഥിതിക്ഷസ്വ ഭാരത. ഇത്രയൊക്കെ പറഞ്ഞ് ഭരതൻ രഘുഗണനോട് പറഞ്ഞു, ഹേ രാജൻ, ഈ ജ്ഞാനം ഉണ്ടല്ലോ, ഇത് ഗുരോഹോ ഹരേഹേ ചരണോപാസനാസ്ത്ര ജഹിവ്യളീകം സ്വയം ആത്മമോഷം. ഗുരുവിൻ്റെയും ഹരിയുടെയും ചരണം ഉപാസിച്ച് ഈ ആത്മാവിൻ്റെ സ്വരൂപാനുഭൂതിയായ ശാന്തിയെ അപഹരിക്കുന്ന ഈ ദോഷത്തിനെ നിവർത്തിപ്പിക്കുക. ഈ ജ്ഞാനം മഹാപുരുഷന്മാരുടെ ചരണരജസ് കൊണ്ട് അഭിഷിക്തനായാലേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് വീണ് നമസ്കരിച്ച് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് എനിക്ക് വഴി കാണിക്കാൻ വേണ്ടി വന്നതാണ്,
നമോ നമഃ കാരണവിഗ്രഹായ സ്വരൂപതുച്ഛീകൃതവിഗ്രഹായ നമോ അവധൂതദ്വിജബന്ധുലിംഗനിഗൂഢനിത്യാനുഭവായ തുഭ്യം. നമോ നമഃ കാരണവിഗ്രഹായ. കാരണവിഗ്രഹം എന്ന് വെച്ചാൽ ബ്രഹ്മം തന്നെ ശരീരം എന്നർത്ഥമാണ് ഭാഷ്യകാരൻ ടീകാകാരൻ പറയണത്. എന്നുവെച്ചാൽ ഈ ശരീരമല്ല എന്നാണ് അതൊരർത്ഥം. മറ്റൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരു തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ശരീരമാണ് കാരണവിഗ്രഹം. എനിക്ക് അവിദ്യാനിവൃത്തി ഉണ്ടാക്കാൻ വേണ്ടി, എനിക്ക് മോക്ഷമാർഗം കാണിക്കാൻ വേണ്ടി, കൈവല്യനവനീതം എന്ന് തമിഴിലൊരു കൃതിയുണ്ട്. അതിൽ ശിഷ്യന് ജ്ഞാനം വന്ന ശേഷം ശിഷ്യൻ പറയാണ്, ആഹാ എത്ര ജന്മങ്ങൾ എൻ്റെ ഉള്ളിലിരുന്ന് ഈ തത്വം ഉപദേശിച്ചു, ഞാൻ കേട്ടില്ല. ഇപ്പോൾ എനിക്ക് എന്നെ രക്ഷിക്കാൻ വേണ്ടി പുറത്തൊരു രൂപം ധരിച്ച് വന്നിരിക്കുക എന്നാണ്. അയ്യനെ അനന്തജന്മങ്ങൾ എനതുളേ എനയാണ്ട മെയ്യനെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോற்றி ഉയ്യവേ മുക്തി നൽകും ഉദവിക്കുയോർ ഉദവിനായേൻ ചെയ്യുമാറൊன்றுം കാണേൻ തിരുവടി പോற்றி പോற்றி. ഞാൻ എന്ത് ചെയ്യും? വീണ് നമസ്കരിക്കില്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല എന്നാണ്. ഈ ഒരു ഉപകാരത്തിന് മുമ്പിലൊരു രൂപത്തിൽ, അതാണ് ആചാര്യ ചൈത്യവപുഷാ സ്വഗതിം വ്യനക്തി. പുറമേക്ക് ആചാര്യനായിട്ടും അകമേക്ക് ജ്ഞാനമായിട്ടും ആവിർഭവിച്ചു, വിവേകമായിട്ടും ആവിർഭവിച്ചു. അപ്പോൾ ഇവിടെ രാജാവും പറയണത് അതാണ്, കാരണവിഗ്രഹായ സ്വരൂപ തുച്ഛീകൃത വിഗ്രഹായ എന്നാണ്. സ്വരൂപാനുഭൂതി കൊണ്ട് ശരീരത്തിനെ തുച്ഛമെന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. നമോ അവധൂത. അവധൂതൻ എന്ന് വെച്ചാൽ വീണ്ടും അറിയണം, അവധൂതൻ എന്ന് വെച്ചാൽ ജ്ഞാനീന്നേ അർത്ഥമുള്ളൂ. അവധൂതൻ ഒരു സെപ്പറേറ്റ്, കേരളത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കഥകളൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അദ്ദേഹം ജ്ഞാനി, ഇദ്ദേഹം അവധൂതൻ. അവധൂതൻ എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ഇത്തിരി തലയ്ക്ക് സുഖമില്ലാതായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളെയാണ് അവധൂതന്മാർ. അവധൂനനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട് ഉപാധിയെ നീക്കം ചെയ്യലാണ്. ഉപാധിയെ എന്ന് വെച്ചാൽ ശരീരം, മനസ്സ് മുതലായ ലിമിറ്റേഷൻസിനെ അറിവുകൊണ്ട് തരണം ചെയ്തവൻ ജ്ഞാനി, ജീവൻ മുക്തനാണ് അവധൂതൻ. ഇതൊക്കെ പര്യായ പദങ്ങളാണ്. അല്ലാതെ ചിലപ്പോൾ ജ്ഞാനികൾ അങ്ങനെയൊക്കെ തന്നെ സിദ്ധരൂപികളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കൽ കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും തിരുവണ്ണാമലയിൽ ഇതൊരു പതിവാണ് ആളുകൾക്ക്. അങ്ങനെ ചില തലയ്ക്ക് സുഖമില്ലാത്ത ആളുകളെ ഒക്കെ പിടിച്ച് സിദ്ധനും യോഗിയൊക്കെ ആക്കി തീർത്ത് അവരുടെ പുറകെ കുറേ ആളുകൾ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പം അതുകൊണ്ട് അതൊന്നും അവധൂതൻ. അപ്പം പിന്നെ അത് കുറേ പറഞ്ഞ് ഫോട്ടോ, ഇപ്പോൾ യൂട്യൂബ് ഉണ്ടല്ലോ, അതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കൂടും. അവർക്കും ഉപദ്രവം, പാവം, അവർക്കിതൊന്നും അറിയില്ല. അവരെയും ഉപദ്രവിക്കും ഇവരൊക്കെ കൂടെ ചെന്നിട്ട്. അതിന് പുറകെ കുറേ ആളുകളുണ്ട്. അപ്പം ഇതൊന്നും ഇങ്ങനെയൊന്നും ഭ്രമിച്ച് നടക്കരുത്. ശാസ്ത്രം പ്രമാണം തേ. ശാസ്ത്രമാണ് പ്രമാണം. ശാസ്ത്രം പറയണത് നമ്മൾക്ക് ബാലൻസ് ഇല്ല. നമ്മളെക്കാൾ ബാലൻസ് ഇല്ലാത്ത ആളുകളുടെ കുറേ എന്തിനാ പോണം? നമ്മളെ ബാലൻസ് ഇല്ലാതെ തലയ്ക്ക് കിളി പറന്നിട്ടാണ് ഇരിക്കണത് അല്ലേ? ഇനിയിപ്പോൾ നമ്മളെക്കാളും ബാലൻസ് ഇല്ലാത്ത ആളുകളുടെ പുറകെ എന്തിനാണ് പോണത്? ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ആളെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയണത്. ഗീതയിൽ എവിടെയെങ്കിലുമൊക്കെ തലയ്ക്ക് സുഖമില്ലാത്ത ലക്ഷണം പറഞ്ഞോ? ഇല്ല. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. ബുദ്ധിസ്ഥിരായസ്യ വിനാ നിരോധാത്. ബുദ്ധിസ്ഥിര, ബുദ്ധി സ്ഥിരമാണ്, ശാന്തമാണ്, ചിത്തവൃത്തി നിരോധമാണ്. അതാണ് അവധൂത ലക്ഷണം, ജീവൻ മുക്ത ലക്ഷണം. ഇപ്പോൾ ഇവിടെ ജഡഭരതൻ്റെ കഥ നോക്കിയാലും വളരെ ഇൻ്റലിജൻ്റായിട്ട് മൗനമായിട്ട് ഇരുന്നതാണ്. ഒന്നിലും പെട്ടുപോകാതെ. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കും. തന്നെ കൊണ്ട് പറ്റില്ല. നോക്കൂ, വേറൊരു വിധത്തിൽ പറയാം. വിദ്യാരണ്യ സ്വാമികൾ ഇതെടുത്ത് വിചാരം ചെയ്യുന്നുണ്ട്, പഞ്ചദശിയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജ്ഞാനി എന്ന് വെച്ചാൽ പല ആളുകൾ ജഡഭരതനെ പോലെ ആവണമെന്ന്. അപ്പോൾ വിദ്യാരണ്യ സ്വാമി പറഞ്ഞു, ജനകൻ ഉണ്ടായിരുന്നില്ലേ?
നിങ്ങളെന്തിനാ ജഡഭരതനെ എടുക്കണം? ജനകനും ജ്ഞാനിയായിരുന്നുവല്ലോ. രമണ ഭഗവാന്റെ അടുത്ത് പറയുന്നുണ്ട്, ജഡഭരതനാണോ ജനകനോ ആണോ ആവേണ്ടതെന്ന് വെച്ചാൽ പറയണു, ഒരു വിധത്തിൽ പറഞ്ഞാൽ ജനകൻ മേലെയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ജഡഭരതന് വ്യവഹാരത്തിന് പേടിയുണ്ട്, ജനകന് പേടിയില്ല. ജനകന് ഭയമില്ല. നിഴൽ പാമ്പിനെ എന്തിനു പേടിക്കണമെന്നാണ്, ഭയമില്ല. അതിനർത്ഥം ഇത് കുറവെന്നല്ല പറയണ, വേറെ ഒരു ആംഗിളിൽ നോക്കുകയാണ് ഇതിനെ. അപ്പോൾ ആളുകളുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒക്കെ നടക്കണമെന്ന് വിചാരിക്കല്ല. അത് അവരുടെ പ്രാരബ്ധം, ഓരോരോ ജീവൻ്റെയും പ്രാരബ്ധമാണത്. ഓരോ ജീവനും ഇന്ന വിധത്തിലെന്ന് ധരിക്കുകയാണ്. രമണ മഹർഷി എപ്പോഴും ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അല്ലാതെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള എക്സെൻട്രിസിറ്റീസ് അല്ലെങ്കിൽ തന്നെ നമുക്കുണ്ട്. അധ്യാത്മ ജീവിതത്തിൽ വന്നിട്ട് ഇനിയും കൂടുതൽ എക്സെൻട്രിക് ആവാൻ പാടില്ല. അതുകൊണ്ട് വേദാന്ത ശ്രവണത്തിന് മുമ്പ് തന്നെ ഇയാൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കണം. അതാണ് സാധനാ ചതുഷ്ടയ സമ്പത്തി എന്ന് പറയുന്നത്. പല ആളുകളും വരുവേ, ഇയാൾക്ക് സ്വാമി മനസ്സിന് സുഖമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അത് വല്ല ആസ്പത്രിക്ക് പോകൂ. ഞാൻ കളിയാക്കാൻ പറയല്ല, നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, അതിന് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഡിപ്രഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അവിടെയൊക്കെ പോകൂ. ഈ വേദാന്തം എന്ന് പറയുന്നത് ഓൾറെഡി സാമാന്യ മനുഷ്യനേക്കാളും ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്കുള്ളതാണ്. സാധനാ ചതുഷ്ടയ സമ്പത്തി വന്നിട്ടുള്ള ആൾക്ക് അതിനു മേലെ ഉള്ളതാണത്. ഈ സമസ്ഥിതിയിൽ എന്താ ബാലൻസ്ഡ് സ്റ്റേറ്റിൽ മേലെ ഉള്ളതാണത്. ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നമ്മൾ ലോകങ്ങൾ പറയില്ലേ, ഭൂഹു ഭുവ സുവഹ മഹ ജനഹ തപഹ. ഭൂ എന്ന് വെച്ചാൽ ബാലൻസ്ഡ് സ്റ്റേറ്റാണ്. ചുവട്ടിൽ അതളം വിതലം സുതലം രസാതലം തലാതലം പാതാളം വരെയുണ്ട്. അപ്പോൾ പല സൈക്കിക് ഡിസോർഡേഴ്സ് അത് ഇതൊക്കെ ഈ ചുവട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ സൈക്കിക് ഡിസോർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭൂതലം വരയ്ക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് മരുന്നുമൊക്കെ കഴിച്ച് ആഹാരമൊക്കെ കഴിച്ച് നല്ലവണ്ണം ഉറങ്ങി ഹെൽത്തിന് വേണ്ടതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെയൊക്കെ പിടിച്ചുകൊണ്ട് തിരുവണ്ണാമലയിൽ കൊണ്ട് അഴിച്ചുവിടും. ഗ്രാമത്തിൽ അങ്ങനെയാണ്, ആ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ ഭഗവാൻ തന്നെ തമാശയായിട്ട് പറയും, എന്ത് ചെയ്യാം. ഈ അധ്യാത്മ ജീവിതത്തിൽ സ്പിരിച്വൽ ഇൻക്വിസിറ്റീവ്നെസ് ഉള്ളവർ, ജിജ്ഞാസുക്കളും വരും, ഈ തലയ്ക്ക് സുഖമില്ലാത്തവരും വരും. എന്തൊക്കെ തലത്തിലുള്ള ആളുകൾ അവരെ അറിയും. നിങ്ങൾ പലർക്കും തോന്നും ഇപ്പോൾ കാല് തൊടരുത്, അങ്ങനെ തൊടരുത് എന്നൊക്കെ ആളുകൾ പറയണത് ഇതൊക്കെ വ്യവഹാരത്തിന് വേണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരാൾ വന്നിട്ട് ഒരു ദിവസം കാല് പിടിച്ചു, കേരളത്തിൽ തന്നെയാണ്, പിടിച്ചിട്ട് കാല് മുഴുവൻ കടിച്ചു, നക്കി തുടച്ചു. ഞങ്ങളങ്ങനെയൊന്നും ചെയ്യില്ല സ്വാമി. ആർക്കറിയാം? ആരാ പറയണത്? ഇപ്പം നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാൽ പോരല്ലോ, ഇല്ലേ? അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കുറേ ദിവസം അദ്ദേഹം വന്നുകൊണ്ടേയിരുന്നു. എങ്ങനെയാണ് ഇപ്പം ഹാൻഡിൽ ചെയ്യാമെന്ന് മനസ്സിലായില്ല. അവസാനം ഒരു ദിവസം പറഞ്ഞു, ഇവിടെ ഒരു സ്വാമി ഉണ്ട്, ആ സ്വാമിയുടെ അടുത്ത് പോയി നിങ്ങൾ ഉപദേശം വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു സ്വാമിയുടെ അടുത്ത് പറഞ്ഞു വെച്ചു. നമ്മുടെ ലക്ഷ്മണ മോഹൻ്റെ അടുത്തേക്ക് പറഞ്ഞു വെച്ചു. അന്ന് പോയതാണ്, പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. ആ സ്വാമി നല്ല, എനിക്ക് ഈ ചീത്ത പറയാനൊന്നും അറിയില്ല, അത് നല്ലവണ്ണം ചീത്ത അങ്ങോട്ട് കിട്ടിയപ്പോൾ പോയ പോക്ക് ശിവനേന്ന് പോയി. അപ്പോൾ പിന്നെ അതേ ശരീരം വിട്ടു എന്നൊക്കെ കേട്ടു. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ പലപ്പോഴും വരും. അവർ എന്തോ വിചാരിക്കുകയാണ്. രമണ ഭഗവാനെ ഒരാൾ കട്ടവരൽ കടിച്ചു നല്ലവണ്ണം. എന്താ ജ്ഞാനി എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കിയതാണ്. ഈ അധ്യാത്മത്തിൻ്റെ ഉള്ളിലുള്ള കോംപ്ലക്സിറ്റീസ് നിങ്ങൾക്കറിയില്ല ഇതിനകത്ത്. കാരണം ഈ അതിൻ്റെ ഉള്ളിൽ പല ഭാവനകളും കലരുന്നുണ്ട്. മനുഷ്യരുടെ ഭാവന, പല വിധത്തിലുള്ള ഭ്രമങ്ങൾ, ഇതൊക്കെ ഇതിനകത്ത് കൂട്ടിക്കുഴയ്ക്കുകയാണ് ആളുകൾ. അപ്പോൾ അതാണ് അവധൂതവേഷൻ എന്ന് പറയുമ്പോൾ അറിയേണ്ട കാര്യം. ഭ്രമിക്കരുത്, ജ്ഞാനമാണത്, സിമ്പിളായിട്ടുള്ള ജ്ഞാനമാണ്. അവധൂതവേഷം എന്ന് വെച്ചാൽ വേഷമൊക്കെ അവധൂനനം ചെയ്തവൻ. ദ്വിജബന്ധുലിംഗ, ദ്വിജബന്ധു എന്ന് വെച്ചാൽ ബ്രാഹ്മണനെ പോലെ തോന്നുക, പക്ഷെ ബ്രാഹ്മണൻ്റെ ഒരു ലക്ഷണവും ഇല്ലാത്ത ആളെയാണ് ദ്വിജബന്ധു, ബ്രാഹ്മണ ബന്ധു എന്ന് പറയാം, ബ്രഹ്മബന്ധു. അങ്ങനെ
കാണുന്നതോ എന്തോ ഒരു പൂണലുണ്ടോ ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു യോഗ്യതയില്ലാത്ത ആളായിട്ട് നിൽക്കുകയാണ്. അങ്ങനൊരു ആരും കണ്ടാ ഒന്നും അട്രാക്റ്റ് ആവില്ല. നിഗൂഢനിത്യാനുഭവായ, തൻ്റെ ആത്മാനുഭൂതി നിഗൂഢം, മറഞ്ഞു കിടക്കുക എന്നാണ്, പുറത്തേക്ക് കാണിച്ചില്ല. നിഗൂഢനിത്യാനുഭവായ തുഭ്യം, പക്ഷേ അങ്ങ് ഉപദേശിച്ച് ഈ അറിവുണ്ടല്ലോ, ജ്വരാമയാർത്ഥസ്യ യഥാഗതം സത്, മാറാത്ത വ്യാധി അതുകൊണ്ട് വിഷമിച്ച് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് നല്ല ഒരു മരുന്ന് കിട്ടിയാൽ എങ്ങനെയുണ്ടോ അതുപോലെ ഉണ്ട് സ്വാമി. നല്ല മുമുക്ഷുവാണ് അപ്പോൾ രാജാവേ. അതാണ് ഇങ്ങനത്തെ ദൃഷ്ടാന്തം പറയണത്. വലിയ സഹിക്കവയ്യാത്ത വ്യാധി, വിഷമം കൊണ്ട് വിഷമിക്കുന്ന ആൾക്ക് നല്ല മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ധന്വന്തരിയാണ് അവിടുന്ന്. നിദാഘദഗ്ധസ്യ യഥാ ഹിമാംബ എന്നാണ്. നല്ല കൊടും വേനലിൽ മരുഭൂമിയിൽപ്പെട്ട ആൾക്ക് നല്ല ഹിമജലം തലയിൽ വർഷിച്ച പോലെ. യോഗവാസിഷ്ടത്തിലുമുണ്ട് ഹിമകര ശീതള ശാന്ത എന്നാണ്. നല്ല ഹിമജലം തലയിൽ വർഷിച്ച പോലെ. കുദേഹമേ, അപ്പോൾ ഈ വ്യാധി എന്താണ്? കുദേഹമാനാഹി വിദഷ്ട ദൃഷ്ടേഹേ, എല്ലാ ദൃഷ്ടിയും ദേഹത്തിനെ വെച്ചുകൊണ്ടാണ്, ദേഹാഭിമാനം വെച്ചുകൊണ്ടാണ്. എനിക്ക് വിശക്കും, എനിക്ക് ദാഹിക്കും, എനിക്ക് നന്നായിട്ടിരിക്കണം, എൻ്റെ ശരീരത്തിന് വല്ല വ്യാധി വരുമോ, എവിടെ പോയാൽ ദേഹത്തിന് സുഖം കിട്ടും, എല്ലാം ഈ ഒരു ചെറിയ ഈ ശരീരത്തിനെ വെച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ ചിന്തയും. ദൃഷ്ടി മുഴുവൻ വിദഷ്ടം എന്ന് വെച്ചാൽ കേടുവന്നു പോയി. എങ്ങനെ? ഈ ദേഹത്തിനെ തന്നെ ചിന്തിച്ചുകൊണ്ട്, അതിനു മേലെ ഒന്നും അറിയില്ല. ബ്രഹ്മന് വചഹാത്തെ തേ വചഹ, അവിടുത്തെ വാക്കുണ്ടല്ലോ അമൃതം ഔഷധം മേ, അവിടുത്തെ വാക്ക് എനിക്ക് അമൃതമാണ്, ഔഷധമാണ്. അതുകൊണ്ട് ഹേ ഭഗവാനെ ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. അങ്ങ് ആരാണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് തൻ്റെ പൂർവ്വചരിത്രമൊക്കെ, ഭരതചരിത്രം, കാരണം അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടില്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാൻ പണ്ട് ഭരതോ നാമ രാജ, ഭരതനായിരുന്നു, ഇപ്പോൾ ഇതാ ഒരു മാനിനോട് സംഘം ചേർന്നിട്ട് മനുഷ്യനായിട്ട് ജനിച്ചു, പിന്നെ മാനായിട്ട് ജനിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ചു. ഇപ്പോൾ ഇനി മേലാൽ ഒന്നിനോടും സംഘമരുതെന്ന് കരുതി അഹം ജനസംഗാതസംഗോ വിശങ്കമാന അഭിവൃതശ്ശരാമി, ആരോടും അങ്ങനെ എൻ്റെ ഇത് പ്രകാശിപ്പിക്കാതെ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് രാജാവിന് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു. പാവങ്ങളാണ് നിങ്ങളുടെ ഈ പണിക്കാരൊക്കെ, ഇവരൊന്നും വെറുതെ ഉപദ്രവിക്കരുത്. അവർക്ക് നിങ്ങൾ കൊടുക്കണമെങ്കിൽ, പണം കൊടുക്കണമെങ്കിൽ കൊടുക്കൂ, അവരെ നല്ലവണ്ണം നോക്കണമെങ്കിൽ നോക്കൂ. ഇവരെ ചാട്ട കൊണ്ട് അടിക്കുക, പലതും ആവശ്യമില്ലാതെ ഉപദ്രവിക്കുക, അപമാനിക്കുക, ഇതൊന്നും ചെയ്യരുത്. എല്ലാവരുടെ ഉള്ളിലും ഹരി ആത്മസ്വരൂപനായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേഹത്തിനെ ഞാനെന്ന് കരുതിക്കൊണ്ട് ആരെയും നിന്ദിക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുത് എന്നുള്ളതൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞു, ഈ അറിവ് ഹേ രാജൻ, കുറേ എല്ലാ രാജാവായിട്ട് വീട്ടിലൊരു മെഡിറ്റേഷൻ റൂം കെട്ടിയിട്ട് അതിനകത്ത് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു മണ്ണും വരില്ല. രഹൂഗണയിത്ത തപസാനയാതി. നിങ്ങൾക്ക് ധാരാളം പണമുണ്ട്, വിളിച്ചാൽ ബ്രാഹ്മണരൊക്കെ വരും, വലിയ ഒരു യാഗം ചെയ്യൂ, നടക്കില്ല. നിചേജ്യയാ, ശരി, എന്നാൽ ദാനം ചെയ്യാം ധാരാളം, ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ, കൊടുക്കുന്നത് കൊണ്ടൊന്നും തീരുമൊന്നുമില്ല, അതുകൊണ്ട് ദാനം ചെയ്യൂ. എന്നാൽ നിർവപണാത്ത് ഗൃഹാദ്വ, ഗൃഹസ്ഥാശ്രമത്തിലെ എല്ലാ അനുഷ്ഠാനങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. വരില്ല. വേദം പഠിക്കുകയാണ്, ന ഛന്ദസ ന ജല അഗ്നി സൂര്യൈഹി, ഇതൊക്കെ അനുഷ്ഠിച്ചാലും വരില്ല. രാജൻ അനുഭൂതിമാനായ മഹാപുരുഷൻ്റെ ചരണത്തിൽ വീണ് ആ പാദരജസ്സുകൊണ്ട് അഭിഷിക്തനാവണം. ഇതൊക്കെ കവിതയാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് പോയി മണ്ണ് വാരരുത്. ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടങ്ങാനൊരു സ്ഥലം വേണമെന്നർത്ഥം.
അലൗകികം കാണുമ്പോൾ, അലൗകിക ഗുണങ്ങൾ കാണുമ്പോൾ അവിടെ കൈകൂപ്പാനും അടങ്ങാനും തയ്യാറാവണം. അടങ്ങാൻ ഈ ഈഗോ, അഹങ്കാരം ഉണ്ടല്ലോ, വേറെ എവിടത്തും അടങ്ങില്ല. ശരിക്കും അടങ്ങണമെങ്കിൽ അത്തരത്തിലുള്ള സന്നിധി, മഹത്പാദ രജോഭിഷേകം, മഹാപുരുഷന്മാരുടെ പാദരജസ് കൊണ്ട് അഭിഷിക്തനാകണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് രാജൻ സത്സംഗമും വേണം, വൈരാഗ്യമും വേണം, അതുകൊണ്ടേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. തസ്മാത് നരോ അസംഗ സുസംഗജാത ജ്ഞാനാസിന ഇഹൈവ വിവൃക്കണ മോഹ. അതുകൊണ്ട് നിർമോഹത്വം, നിസ്സംഗത്വം, നിർമോഹത്വം, മോഹത്തിനെ ഉള്ളിൽ നിന്ന് നീക്കി ഹരിം തദീഹ കഥനശ്രുതാഭ്യാം ലബ്ധസ്മൃതി, ഉള്ളിൽ ആത്മസ്മൃതി ഉണ്ടായി അതിപാരം, ഈ സംസാരത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റും. അതിപാരമധ്വന എന്ന് പറഞ്ഞ് ഗംഭീരമായി അടുത്തത് ഭവാടവി വർണ്ണന ചെയ്തു. സംസാരം എന്ന് പറയുന്ന കൊടുങ്കാട്. എൻ്റെ ഒരു റിസർച്ച് വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് പാരായണം വായിച്ച് ഈ ഭാഗവതം വ്യാസൻ എഴുതി, അങ്ങനെ ഒരുപാട് ചർച്ചകളുണ്ട് ഈ ഭാഗവതത്തിനെ കുറിച്ച്. അപ്പോൾ വ്യാസഭഗവാൻ, ഈ വ്യാസനാരാണ്, അതാണ്. വ്യാസൻ എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മസൂത്രം മുതൽക്ക് ചർച്ച ആരംഭിക്കും ഇവർക്ക്. എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രത്തിൽ ശങ്കരാചാര്യർ മുഴുവൻ സ്ഥലത്തും ബാദരായണൻ എന്നാണോ പറയുന്നത്, വ്യാസൻ എന്നിടത്തും പറയണില്ല. അപ്പോൾ അവിടെ എങ്ങനെ ചർച്ച. അപ്പോൾ ബാദരായണൻ എന്ന് വെച്ചാൽ വ്യാസനാണ് ഭാഗവതത്തിൽ. വ്യാസാനാം എന്താണ് ദ്വൈപായനോസ്മി വ്യാസാനം എന്ന് ഇതിലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഭാഗവതം ആരെഴുതിയോ അത് വിടൂ. ഈ എഴുതിയ ആൾ ബ്രഹ്മചര്യാശ്രമ നിഷ്ഠകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗൃഹസ്ഥാശ്രമത്തിൽ വിസ്താരമായിട്ട് ജീവിച്ചിട്ടുണ്ട്. അതിലുള്ള എല്ലാ കോംപ്ലക്സിറ്റീസും, ജടിലതകളും, സാധാരണ മനുഷ്യൻ അറിയാത്തതായിട്ടുള്ള എല്ലാ ജടിലതകളും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. തത്വവിചാരം ചെയ്തിട്ടുണ്ട്, യോഗസാധന ചെയ്തിട്ടുണ്ട്, ഭക്തി ചെയ്തിട്ടുണ്ട്. ജീവൻ മുക്തനാണ്, പരമഹംസനാണ്. വാനപ്രസ്ഥാദി നിയമങ്ങളും സന്യാസാശ്രമ നിയമങ്ങളും അനുഷ്ഠിച്ച് പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ലക്ഷണവും ഇതിൽ കാണാം. ഈ ഭവാടവി വർണ്ണന നോക്കുമ്പോൾ നമുക്ക് കാണാം, നല്ല സൂക്ഷ്മമായിട്ട് ഒരു വ്യംഗ്യ സാങ്കേതിക ഭാഷയിൽ ഒരു കുടുംബത്തിൽ, സംസാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഏതൊക്കെ വഴിക്ക് വരും, ഏതൊക്കെ ദ്വാരത്തിൽ വരും എന്നുള്ളതൊക്കെ സാങ്കേതികമായ ഒരു ഭാഷയിൽ, എന്ന് വെച്ചാൽ ഒരു സൂചന, ഒരു ലിംഗരൂപത്തിൽ അങ്ങനെ പറയുകയാണ്. നമ്മൾ കാണും, ഭഗവാനെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇത് കണ്ടിട്ടുണ്ടല്ലോ. മട്ടാഞ്ചേരി തന്നെ താമസിക്കുന്ന ആളുകൾ ഈ റോഡൊക്കെ പറയണ പോലെയാണ് പറയണത്. ഈ സംസാരത്തിലുള്ള ദുഃഖം ശരിക്കും നല്ല ഒരു സൈക്കോളജിക്കൽ ക്ലെൻസിങ് ആണ് ഇതൊക്കെ വായിക്കണത്. ഈ നരകവർണ്ണനെ അടക്കം പഞ്ചമസ്ക ആദ്യമൊക്കെ തോന്നും ഇതൊക്കെ എന്തിനാണ് വായിക്കണമെന്ന് തോന്നും. പക്ഷെ പതുക്കെ മനസ്സിലാവും നമുക്ക് അതൊക്കെ എഴുതിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മനുഷ്യനിലുള്ള വൈകല്യങ്ങൾ, പലവിധത്തിലുള്ള ദോഷങ്ങൾ, ഇതൊക്കെ മുമ്പിൽ ചിത്രീകരിച്ച് അതിലൂടെയൊക്കെ സുഖം, ദുഃഖം, ലോകത്തിലുള്ള ജീവിതാനുഭവങ്ങൾ, ഇതൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു പൂർണ്ണജന്മം, പൂർണ്ണാവതാരമാണ്. അങ്ങനെയാണ്. അപ്പം ഇതൊക്കെ ഇതിൽ കാണാം നമുക്ക്. എന്തൊക്കെയാണ് അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട് മനുഷ്യൻ പെട്ടുപോകുന്ന സ്ഥലങ്ങൾ, എന്തിലൊക്കെ ഭ്രമിച്ചു പോകും, എന്തിലൊക്കെ ഭ്രമിച്ചു പോയി ഈ ജ്ഞാനത്തിന് പ്രതിബന്ധം ഉണ്ടാക്കി നിൽക്കും. നമ്മൾ വിചാരിക്കുന്നത് ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങിപ്പോയി ഒരു ബോധിവൃക്ഷത്തിന് ചുവട്ടിലിരുന്ന പൗർണമി ദിവസം രാത്രിയാവുമ്പോൾ ഒരു ലൈറ്റ് അടിക്കും. അത്രയൊക്കെ എളുപ്പമാണെങ്കിൽ വേണ്ടില്ലല്ലോ, ഇല്ലേ? അങ്ങനെയൊന്നുമല്ല. ഒരുപാട് അതിൻ്റെ ഊടും പാവും കണ്ട വ്യക്തിയാണ് ഈ ഭവാടവി വർണ്ണന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും. അപ്പോൾ അതാണ് ഭാഗവതത്തിൻ്റെ ഒരു വൈഭവം, ഒരു മഹിമ. ഒരു കൊച്ചു കുട്ടികൾക്ക് വേണ്ട കാർട്ടൂൺ ഷോ മുതൽ പരമഹംസന്മാർക്ക് വേണ്ട ഉപദേശം വേറെയുണ്ട്. അതിനെ എടുക്കേണ്ട വിധത്തിൽ എടുക്കാൻ അറിയണം. ഇപ്പം ഇതുപോലെയൊക്കെ ഒരു സപ്താഹം അതിമധുരമായി വായിക്കുകയാണ് അല്ലേ, വളരെ മധുരമായ ശബ്ദത്തിൽ
എല്ലാവരുടെ ശബ്ദവും വായനയും ഒക്കെ സ്പഷ്ടവും മധുരവുമായിട്ട് ഇങ്ങനെ നമുക്ക് അർത്ഥമറിയുമെങ്കിൽ പ്രഭാഷണം പോലും ആവശ്യമില്ല. ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. കേട്ടുകൊണ്ട് അങ്ങനെ മനനം നടക്കുമെങ്കിൽ തന്നെ നല്ല ശാന്തി ഉണ്ടാവും, തെളിച്ചമുണ്ടാവും. ഇതാണ്. അപ്പോൾ തുടർന്ന് നമ്മൾ വീണ്ടും 9 മണിക്ക് പാരായണം തുടങ്ങാം. പിന്നെ വന്നിട്ട് പറയാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാ കഥകളും ഒന്നും പറയില്ല കേട്ടോ, കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് നിരൂപണം ചെയ്യരുത്. അപ്പം നമ്മളിവിടെ ഇരിക്കണവരെല്ലാവരും അറിയണവരാണ്, അതുകൊണ്ട് ചെയ്യില്ല, എന്നാലും പറയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഈ ജഡഭരതോപാഖ്യാനം ഈ സ്തുതി എടുത്ത് ഇങ്ങനെ വിസ്തരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത്